ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഭാഗങ്ങളിൽ തുറക്കാതെ ഇരിക്കുന്ന നൂറുകണക്കിന് ഷോപ്പുകളുണ്ട്. സാധാരണ ഓണം വിഷു സീസണിലാണ് നമുക്ക് കച്ചവടം കൂടുതൽ ലഭിക്കാറുള്ളത്. ഈ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് വടകരയിൽ ഛിന്ന ഭിന്നമായി പോവുകയുണ്ടായി. പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫാമിലികൾക്ക് വടകരയിൽ വണ്ടി വെച്ചുകൊണ്ട് സാധനം വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഓരോ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നു പോയതല്ലേ, ഇപ്പം മാരകമായൊരവസ്ഥയിലേക്ക് ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ ശരിക്കും പെട്ടിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി വരുത്തിവെച്ച ദുരിതത്തിൽ തകർന്നടഞ്ഞ വടകരയിലെ കച്ചവട മേഖല. ഓണാഘോഷത്തിനായി ആളുകൾ മറ്റ് നഗരങ്ങളിലേക്ക് ഒഴുകിയെത്തിയപ്പോഴും വടകരയിലെ വിപണി നിശ്ചലമായിരുന്നു. ഉത്സവ സീസൺ കാത്തിരുന്ന വ്യാപാരികൾക്ക് വലിയ അടിയാണ് ദേശീയപാതയിലെ കുരുക്കും ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തിയും കാരണമുണ്ടായത്. ദേശീയപാത 6 വരിയാക്കുന്ന പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതും ഗതാഗത യോഗ്യമല്ലാത്ത സർവീസ് റോഡും നഗരത്തിലെ വ്യാപാര മേഖലയിൽ വൻ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. ഈ ഓണവും വടകരയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശകരമായിരുന്നു. കേരളത്തിൽ മൊത്തത്തിൽ വ്യാപാര മേഖലയിൽ നല്ല ഉണർവുണ്ടായിട്ടുണ്ടെങ്കിലും വടകര ഈ ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു പണിയും നടന്നില്ല. ഇതൊറ്റ മെയിൻ കാരണം വടകരയുടെ നാഷണൽ ഹൈവേ വർക്കുമായിട്ട് ബന്ധപ്പെട്ടു. കാരണം ടൗണിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ടൗണിലെ പാർക്കിങ്ങിൻ്റെ പ്രശ്നം. ആരെങ്കിലും വടകര എത്തപ്പെട്ടാൽ എവിടെയെങ്കിലും ഒന്ന് വെക്കാനോ പിടിക്കാനുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്ത പ്രയാസം വ്യാപാര മേഖല അനുഭവിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഇതിൻ്റെ വർക്ക് എങ്ങനെയെങ്കിലും തീർന്നു കഴിഞ്ഞാൽ ഇനി വടകരയുടെ സ്ഥിതി എന്താകുന്നുള്ള നമുക്ക് പറയാൻ കഴിയും. എല്ലാ ആളുകളും നല്ല സ്റ്റോക്ക് എടുത്തു. കാരണം ഇപ്രാവശ്യം ഒരു അനുകൂല ഘടകം ഉണ്ടായി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളുകൾ നേരത്തെ പൂട്ടി. ആ ഒരു വ്യാപാരം കേരളത്തിലുള്ള എല്ലാ വ്യാപാര മേഖലയ്ക്കും നല്ലൊരു ഉത്തേജനം കിട്ടിയിരുന്നു. വടകര ആ ഉത്തേജനം നടന്നില്ല. സമീപ പ്രദേശങ്ങളിലൊക്കെ നല്ല വ്യാപാരം നടന്നു. വടകര തദൈവ തന്നെ. അതുകൊണ്ട് പറയാനുള്ളത് ഇനിയെങ്കിലും ആ വർക്കുകളും തീർത്ത് വന്നിട്ട് വടകരയിലെ വ്യാപാര മേഖലയെ ഒന്ന് രക്ഷപ്പെടുത്തിയിട്ട്, വ്യാപാര മേഖല മാത്രമല്ല ഞാൻ പറയുന്നത്, ഓട്ടോറിക്ഷക്കാരായാലും ബസ് തൊഴിലാളികളായാലും എത്ര ട്രിപ്പാണ് കട്ടാകുന്നത് ഒരു ദിവസം. അത് ഇനിയെങ്കിലും ഒരു ഉണർവുണ്ടാകണം. ഇല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. ഒറ്റ കാര്യം കൂടി പറയുക, ഈ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഭാഗങ്ങളിൽ തുറക്കാതെ ഇരിക്കുന്ന നൂറുകണക്കിന് ഷോപ്പുകളുണ്ട്. അത് എന്തുകൊണ്ടാണ് തുറക്കാതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാലേ അങ്ങോട്ടേക്ക് ആൾക്കാർക്ക് പോകാൻ കഴിയും. ആ രീതിയിൽ നൂറുകണക്കിന് ഷോപ്പുകൾ ഇങ്ങനെ കാത്തു കിടക്കുക. ഇതപ്പം തീരുമെന്നുള്ള ഇടത്ത് ഒരെല്ലാം ആശങ്കയിലാണ് ഉള്ളത്. അധികൃതർ എങ്ങനെയെങ്കിലും ഈ വർക്ക് തീർത്ത് തന്നിട്ടില്ലെങ്കിൽ വടകര വ്യാപാര മേഖല ഇല്ലാണ്ടായി. നഗരത്തിലേക്ക് വരാനുള്ള പ്രയാസം കാരണം മറ്റിടങ്ങളിലേക്കാണ് ആളുകൾ സാധനം വാങ്ങുന്നതിനായി മറ്റും പോയത്. വടകര എത്തിപ്പെടാനും തിരിച്ചു പോവാനുമെല്ലാം മണിക്കൂറുകൾ കുരുക്കിൽ കഴിയണം. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ദുഷ്കരമാണ്. ഇത് തന്നെയാണ് ആളുകളെ വടകരയിൽ നിന്നും അകറ്റുന്നത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നമ്മളെ വടകരയുള്ള അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ഭാഗം വളരെ ശോചനീയാവസ്ഥയിലാണ് പണി നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് വടകരയിൽ ഛിന്ന ഭിന്നമായി പോവുകയുണ്ടായത്. അതായത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാത്തത് കാരണം, സർവീസ് റോഡ് നല്ല രീതിയിൽ പണിയാത്തത് കാരണം വാഹനങ്ങൾക്ക് യഥേഷ്ടം കടന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വടകരയിലുള്ള കച്ചവടം, അതായത് ഓണക്കച്ചവടം ഛിന്ന ഭിന്നമായിപ്പോയി. ഈ PWD റോഡ് വഴിയാണ് വലിയ വാഹനങ്ങൾ വരെ കടന്നുപോയത്. ഈ വലിയ വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുമ്പോൾ ചെറിയ പർച്ചേസിന് വേണ്ടി വരുന്ന ചെറിയ വാഹനങ്ങൾക്ക് ഇതിൽ വരാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ വാഹനങ്ങൾ ഈ വടകര മാർക്കറ്റ് വിട്ട് നാദാപുരം, കല്ലാച്ചി, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് കച്ചവടം നീങ്ങുകയും വടകരയിലുള്ള കച്ചവടം ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്തു. ഇതാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. പൂക്കച്ചവടം ഉണ്ടായിരുന്നെങ്കിലും പൂക്കച്ചവടം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥിതിയിലും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത പൂക്കളെല്ലാം ബാക്കിയായി അതൊന്നും നല്ല രീതിയിൽ കച്ചവടം നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നു. ഈ സർവീസ് റോഡ് എത്രയും പെട്ടെന്ന് നല്ല രീതിയിലാക്കി ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമം അധികൃത ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഈ ഒരു റോഡിൻ്റെ വർക്ക് ദ്രുതഗതിയിൽ നടത്തി പൂർത്തിയാക്കി തരണമെന്ന് ആണ് വ്യാപാരി വ്യവസായ സമിതി എന്നുള്ള നിലയിൽ നമുക്ക് പറയാനുള്ളത്. ദേശീയപാതയിലെ കുരുക്ക് പോക്കറ്റ് റോഡുകളിൽ പോലും പ്രതിസന്ധി ഉണ്ടാക്കുന്നു. നഗരസഭയിലെ മറ്റു റോഡുകളും കൂടുതലും പൊട്ടിപ്പൊളിഞ്ഞ യാത്ര പ്രയാസത്തിലാണ്. ഇപ്രാവശ്യം ഓണക്കച്ചവടം
മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ ദയനീയമായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഹൈവേൻ്റെ വിഷയം എല്ലാവർക്കും അറിയാം. ജനങ്ങൾക്ക് ടൗണിൽ വരാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ വടകര ടൗണിൽ ആളുകൾ വളരെ കുറവാണ്. പിന്നെ കൂടാണ്ട് വടകര ടൗണിൽ സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫാമിലികൾക്ക് വടകരയിൽ വണ്ടി വെച്ചുകൊണ്ട് സാധനം വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഇതൊക്കെ വടകരയിലെ കച്ചവടക്കാരെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വടകരയിലെ കൊപ്ര മലഞ്ചരക്ക് വ്യാപാര മേഖലയിലും മാന്ദ്യമാണ്. ദേശീയപാതയോരത്തെ ഒട്ടേറെ കടകൾ കച്ചവടം നിർത്തി. സർവീസ് റോഡിനും വീതി കുറവാണ്. ഇത് കാരണം പലപ്പോഴും കുഴിയിൽ വാഹനങ്ങൾ വീഴുന്നു. പിന്നാലെ വാഹനങ്ങളുടെ നീണ്ട നിരയുമാകുന്നു. ഈ പ്രാവശ്യം ഓണം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് പോയത്. ഒന്നാമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. എത്തിപ്പെട്ടാൽ തന്നെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമില്ല. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രതിവിധി കാണാണ്ട് എങ്ങനെ നമ്മൾ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ആ നോട്ട് നിരോധനം പോലും ഇങ്ങോട്ട് വടകര മാത്രമല്ല എല്ലാ മേഖലയിലും അങ്ങനെ ഈ അവസ്ഥ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊറോണ ഓരോ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നു പോയതല്ലേ. ഇപ്പം മാരകമായൊരവസ്ഥയിലേക്ക് ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ ശരിക്കും പെട്ടിരിക്കുകയാണ്. പാതയുടെ ഓരത്ത് ഓവുചാലും മുകളിൽ നടപ്പാതയുമുണ്ട്. റോഡിന് വീതി കുറവായത് കാരണം വാഹനം ഇതിൽ കയറി പോകുമ്പോൾ സ്ലാബ് പൊട്ടും. ഇതും കുരുക്കിന് കാരണമാകുന്നു. മഴ മാറിയാൽ പൊടിശല്യവും രൂക്ഷമാണ്. സാധാരണ ഓണം വിഷു സീസണിലാണ് നമുക്ക് കച്ചവടം കൂടുതൽ ലഭിക്കാറുള്ളത്. ഈ സീസണിൽ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് കച്ചവടത്തിന്. കാരണം ഈ റോഡിൻ്റെ ഒരു ശോചാവസ്ഥയാണ്. അസൗകര്യക്കുറവ് കാരണം പാർക്കിങ്ങിലുള്ള ബുദ്ധിമുട്ടും കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് നമ്മളെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വികാരം കാണുന്നു. ഓന് ജോലി കിട്ടിയ ഓന് മാത്രമല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ